കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2026 ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമുള്ള എഡിറ്റിംഗ് നാളെ ജൂലൈ 6, മറ്റന്നാൾ ജൂലൈ 7 എന്നീ തീയതികളിൽ വിദ്യാർത്ഥികൾക്ക് ചെയ്യാവുന്നതാണ്. എഡിറ്റിംഗ് ചില വിദ്യാർത്ഥികൾക്ക് നിർബന്ധമാണ്, ചില വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. എഡിറ്റിംഗിന്റെ ഭാഗമായിട്ട് എല്ലാവിധ എഡിറ്റിംഗും ചെയ്യാം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കൊടുത്തതിലുള്ള തെറ്റുകൾ ഉണ്ടാവും. ചില ആളുകളൊക്കെ NCC NSS ഒക്കെ അറിയാതെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്ത് ക്ലിയർ ആക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ കോളേജ് ഓപ്ഷൻ കൊടുക്കാം. നിലവിൽ കൊടുത്ത കോളേജ് ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാവിധ എഡിറ്റിംഗും ചെയ്യാവുന്നതാണ്. ആർക്കെല്ലാം എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ്, ആർക്കെല്ലാം നിർബന്ധമാണ് എന്നീ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, അവർക്ക് എഡിറ്റിംഗ് നിർബന്ധമില്ല, വേണമെങ്കിൽ അവർക്ക് എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കൂട്ടർ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് കോളേജിൽ പോയി പെർമനന്റ് അഡ്മിഷൻ എടുത്ത് ഹയർ ഓപ്ഷൻ നിലനിർത്തിയ വിദ്യാർത്ഥികൾ, ഹയർ ഓപ്ഷൻ നിലനിർത്തി പെർമനന്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ, ഇവർക്കും എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ്. നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ കൂട്ടർ നിർബന്ധമായും എഡിറ്റിംഗ് ചെയ്യേണ്ടവർ. അവർ എന്ന് പറയുന്നത് അവർക്ക് അലോട്ട്മെന്റ് ലഭിച്ചു, ഫസ്റ്റ് സെക്കൻഡിലൊക്കെ അലോട്ട്മെന്റ് ലഭിച്ച് മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവും. അവര് നിർബന്ധമായിട്ടും എഡിറ്റിംഗ് ചെയ്തെങ്കിൽ മാത്രമേ തേർഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുള്ളൂ. അതുപോലെ തന്നെ മാൻഡേറ്ററി ഫീ അടച്ച് കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥി, കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാത്തവര്, കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവും. അവരും നിർബന്ധമായിട്ടും എഡിറ്റിംഗ് ചെയ്യണം, അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് അതിന്റെ നടപടിക്രമങ്ങൾ ചെയ്യാത്ത വിദ്യാർത്ഥി, മാൻഡേറ്ററി ഫീ അടക്കുക, അഡ്മിഷൻ എടുക്കുക, ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാത്ത വിദ്യാർത്ഥികളും ഇവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, എഡിറ്റിംഗ് നിർബന്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. മാൻഡേറ്ററി ഫീ അടച്ചിന് പക്ഷെ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തിട്ടില്ല, അവരും എഡിറ്റിംഗ് നിർബന്ധമാണ്. എന്നാൽ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമായിട്ട് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് പോസിബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളും അവർക്കും എഡിറ്റിംഗ് പോസിബിൾ ആയിരിക്കില്ല. ബാക്കി എല്ലാ വിദ്യാർത്ഥികൾക്കും നാളെയും മറ്റന്നാളും നടക്കുന്ന എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ്. ഒരു വട്ടം മാത്രമേ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജ്, നമ്മൾ തിരുത്താൻ ഉദ്ദേശിക്കുന്ന ഡാറ്റ, ഇത് എന്തെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ട് നിങ്ങൾ എവിടുന്നാണോ എഡിറ്റിംഗ് ചെയ്യുന്നത് അവിടെ പോയി എഡിറ്റിംഗ് ചെയ്യുക. മൊബൈൽ ഫോണിൽ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നല്ല നെറ്റ്വർക്ക് ഉള്ളിടത്തുനിന്ന് എഡിറ്റിംഗ് ചെയ്യുക. അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ വെച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ എഡിറ്റിംഗ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതോടുകൂടി നമ്മൾ എഡിറ്റിംഗ് ഇൻകംപ്ലീറ്റ് ആവുകയും നിങ്ങൾ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് തേർഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കാതിരിക്കാൻ സാധ്യതയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് എഡിറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് വിദ്യാർത്ഥികളോട് പങ്കുവെക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.